എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായ ഇന്നേ ദിവസവും വരുന്നതായ എല്ലാ ദിവസങ്ങളും അത്തരത്തിലായിത്തീരാൻ യൂണിവേഴ്സ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്ന പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതും പലതവണ കടന്നുപോയിട്ടുള്ളതുമായ ഏതാനും കാര്യങ്ങളിലൂടെ ഒന്ന് പുനർചിന്തനം അല്ലെങ്കിൽ ഒന്ന് സൂചിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇന്നത്തെ ഫൈനാൻഷ്യൽ ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ പകച്ചു നിൽക്കുകയോ ലോൺ എടുക്കുകയോ ബാധ്യതയിലേക്ക് പോവുകയോ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളുടെ വീടുകളിലും ചുറ്റുവട്ടത്തും നമ്മൾ കണ്ടുവരുന്നത്. എത്ര വരുമാനമുണ്ടെങ്കിലും ചെലവുകൾ അധികരിച്ചു വരുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ അത്തരത്തിൽ ഒരു ഇമ്മീഡിയറ്റ്, അതായത് ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കേണ്ടതായി വരുമ്പോൾ ഒരു ലോൺ എടുക്കാതെ അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ആയിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇൻകം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും അറിയാവുന്നതാണ്. എന്നാലും ശ്രദ്ധിക്കാതെ പോകുന്ന, അതിലേക്ക് ഇടപെടലുകൾ നടത്താതിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഏതാനും സൂചിപ്പിക്കാനാണ്. നമ്മൾക്കൊരു അത്യാവശ്യം വരുമ്പോൾ ലോൺ എടുക്കാതെ, അതല്ലെങ്കിൽ നമ്മുടെ അസറ്റുകൾ പണയം വെക്കാതെ, അത്തരത്തിലല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ടുള്ള ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാകട്ടെ, ഹയർ എഡ്യൂക്കേഷൻ ആകട്ടെ, അതല്ലെങ്കിൽ സ്ത്രീകൾ, ഇപ്പോൾ കൊച്ചുകുട്ടികൾ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വിവാഹ ആവശ്യവുമായി ബന്ധപ്പെട്ടും ഒക്കെ ഒരുപാട് ബാധ്യതയോ ലോണോ കടമോ കടക്കണിയോ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. പ്രധാനമായും ഒരു വ്യക്തി എപ്പോഴാണ് ഒരു ഇൻകം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സെക്കൻഡ് ഇൻകത്തെക്കുറിച്ചും, അതും സ്ഥിരമായ സ്ഥായിയായ ഉറപ്പുള്ള പൊട്ടാത്ത പൊളിയാത്ത കഷ്ടപ്പാട് സമയത്ത് നമുക്കൊരു ഇൻകമായി വരുന്ന അല്ലെങ്കിൽ ഒരു ബാധ്യതകൾ കൂടാതെ അല്ലെങ്കിൽ നിബന്ധനകൾ കൂടാതെ നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷനും നൽകിക്കൊണ്ട്, അതായത് ജീവിച്ചിരിക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ നോർമലായിട്ട് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റിലൂടെ സംഭവിച്ചു പോയാൽ നമ്മുടെ ഡിപ്പെൻഡേഴ്സിന് നല്ലൊരു തുക കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതല്ലെങ്കിൽ നമുക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ ഡിസേബിലിറ്റി സംഭവിക്കുമ്പോൾ അതും നമ്മൾക്കൊരു സഹായകരമായി തീരുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി പ്രൊപ്പോസറായിട്ട് നിന്നുകൊണ്ട് നമ്മൾക്ക് പാരൻസിന്, അത് അമ്മയാകാം അച്ഛനാകാം, എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു മുടക്കം കൂടാതെ നടത്താവുന്നതുമായ വിവിധ പദ്ധതികളുണ്ട്. അത്തരം പദ്ധതികളും ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇൻ്റർനെറ്റിലൂടെയോ നേരിട്ടോ ഓൺലൈനായിട്ടോ ഒക്കെ അറിയുകയും അതിൽ ഭാഗമായിക്കൊണ്ട് വ്യക്തിജീവിതവും നമ്മളെ ആശ്രയിക്കുന്നവരുടെ ജീവിതത്തിലേക്കും ഒരു സാമ്പത്തിക സുരക്ഷിതാവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും അടുത്ത ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് വരുന്നവരെ എൻ്റെ വാക്കുകളെ ശ്രവിച്ച എന്നെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.